ഒരു ഡോക്ടറിന്റെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവന്ന മാതൃഭൂമി രഹസ്യ ക്യാമറ ഓപ്പറേഷൻ, അതിനുശേഷം ഒരുപാട് ചർച്ചകൾ ഈ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ നടന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ ഒരു വിവരം ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയാണ്. സർക്കാർ നിയമവും ചട്ടവും ലംഘിച്ച് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയ ഡോക്ടറെ സംരക്ഷിക്കുന്ന KGMOയുടെ വാദങ്ങൾ പൊളിയുകയാണ്. താമസ സ്ഥലത്തോ ക്വാർട്ടേഴ്സിലോ ഒഴികെ ജോലി ചെയ്യുന്ന ആശുപത്രിക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്തരുത് എന്ന നിയമമടക്കം ലംഘിച്ച ഡോക്ടറെയാണ് KGMOയെ ന്യായീകരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ് അന്വേഷണത്തിലൂടെ ഡോക്ടർ നടത്തിയ നിയമലംഘനങ്ങളും സംഘടനയുടെ വാദങ്ങളും തെറ്റെന്ന് തെളിയുകയാണ്. AK സ്റ്റെഫിനാണ് വിവരങ്ങളുമായി ചേർന്നത്. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. നമ്മളായിരുന്നു ആര്യനാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തുവിടുന്നത്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്തത്ര വലിയൊരു നിയമലംഘനം നടത്തിയിട്ടും എന്തുകൊണ്ടാണ് സംഘടന ന്യായീകരിക്കുന്ന തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത്? പൂജ, ഏതായാലും നിയമവ്യവസ്ഥയും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിനെയും സർക്കാരിനെയും എല്ലാം വെല്ലുവിളിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ KGMOയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം നമ്മൾ ഓരോ നിയമലംഘനങ്ങളും ഈ ഡോക്ടർ നടത്തിയ നിയമലംഘനങ്ങൾ ഓരോന്നും അക്കമിട്ട് തന്നെയാണ് നിരത്തി ആ വാർത്ത കൊടുത്തത്. അതിൽ പ്രധാനമായും അവർ പറയുന്നത് ഇതൊരു വ്യാജ വാർത്തയാണ്, ഇതൊരു കെട്ടിച്ചമച്ച വാർത്തയാണ് എന്നുള്ളതാണ്. KGMOയുടെ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള അവരിറക്കിയ പോസ്റ്ററിലും അവർ നടത്തുന്ന പ്രതിഷേധങ്ങളിലുമെല്ലാം അവർ പറയുന്നത് ഇത് ഒരു വ്യാജ വാർത്തയാണ് എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ കൂടുതൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാദം അവധി ദിവസം ആണ് ഈ വാർത്ത ചിത്രീകരിച്ചത് എന്നുള്ളതായിരുന്നു. അവധി ദിവസമായിക്കോട്ടെ, അവധി ഇല്ലാത്ത ദിവസമായിക്കോട്ടെ, ഡോക്ടർക്ക് സ്വകാര്യ പ്രാക്ടീസ് നടത്താൻ അനുമതി ഉള്ളത് സർക്കാർ മാനദണ്ഡ പ്രകാരം സർക്കാർ അനുവദിച്ചിട്ടുള്ളത് സ്വന്തം താമസ സ്ഥലത്ത് മാത്രമാണ്. എന്നാൽ ഇവിടെ ആശുപത്രിക്ക് തൊട്ടടുത്ത്, അതായത് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഡോക്ടർ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നത്. വെറും 100 മീറ്റർ മാത്രമേ ആ ആശുപത്രിയിൽ നിന്നുള്ളൂ. സ്വന്തം വീടോ അല്ലെങ്കിൽ ക്വാർട്ടേഴ്സോ ഒഴികെയുള്ള അത്തരം സ്ഥലങ്ങളിൽ നടത്താൻ പാടില്ല എന്നുള്ളതാണ് കൃത്യമായ ചട്ടം. അത് ആ സ്ക്രീനിൽ കാണാൻ കഴിയും. ഒപ്പം ഇത് വാടകയ്ക്ക് താമസിക്കാൻ എടുത്ത വീടാണ് എന്നുള്ളതാണ് KGMOയ്ക്ക് ഈ ഡോക്ടർ നൽകിയിരിക്കുന്ന വിശദീകരണം. എന്തായാലും അവർ അത് വെള്ളം തൊടാതെ വിഴുങ്ങുന്നു എന്നുണ്ടെങ്കിൽ പോലും സർക്കാരോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ആ വാർത്ത അംഗീകരിച്ചുകൊണ്ട് ആ ഡോക്ടർക്ക് സസ്പെൻഷൻ നൽകിയത്. അതോടൊപ്പം തന്നെ ഈ താമസ സ്ഥലത്തെ പറ്റി കൃത്യമായിട്ട് നിയമസഭാ രേഖയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി നൽകിയിരിക്കുന്ന ഒരു വിശദീകരണമുണ്ട്. അത് നമുക്ക് അല്പസമയത്തിനകം തന്നെ ആ സ്ക്രീനിൽ കാണാൻ കഴിയും. അത് പ്രത്യേകിച്ചും പറയുന്നത് ഇത്തരത്തിൽ പകൽ സമയത്തോ അനുവദനീയമായ സമയത്ത് പോലും പകൽ നേരങ്ങളിൽ ഇത്തരം താവളങ്ങളിൽ രോഗികളെ പരിശോധിക്കാൻ പാടില്ല. അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് താമസ സ്ഥലമാക്കി കണക്കാക്കില്ല എന്നുള്ളതാണ് കൃത്യമായി നിയമസഭയിൽ വെച്ചിരിക്കുന്ന ആ രേഖയിൽ. അതാണ് നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ കഴിയുന്ന ആ പേജ് മാറി വരും. ആ നിയമസഭാ രേഖയിൽ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട് ഏതൊക്കെ തരത്തിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്താം എന്നുള്ളത്. അത് അവിടെ ലംഘിക്കപ്പെട്ടു. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവിൽ ഈ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള കെട്ടിടത്തിൽ സ്വകാര്യ പ്രാക്ടീസ് അനുവദനീയമല്ല. ഒപ്പം ഫാർമസിയോടോ ലാബുകളോടോ സ്കാനിങ് സെൻ്ററുകളോടോ ചേർന്ന് ഇത്തരത്തിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്താൻ പാടില്ല. ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണിച്ചു കഴിഞ്ഞാൽ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആ മെഡിക്കൽ സ്റ്റോറിന് തൊട്ടടുത്ത്, യഥാർത്ഥത്തിൽ മെഡിക്കൽ സ്റ്റോർ, അത് കഴിഞ്ഞൊരു മുറി, അതിന് തൊട്ടടുത്ത മുറിയിലാണ് ഡോക്ടർ പരിശോധന നടത്തുന്നത്. ആ മെഡിക്കൽ സ്റ്റോറിനോട് തൊട്ട് ചേർന്നുള്ള ആ മുറിയിൽ ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ആ മുറിയിലാണ്. ഇത് താമസ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KGMOയ്ക്ക് ഒരു പക്ഷേ വിശ്വസിക്കാൻ കഴിയുമായിരിക്കും. ആ ദൃശ്യങ്ങൾ സഹിതം കാണുന്ന പൊതുസമൂഹത്തിനോ പ്രേക്ഷകർക്കോ ആരോഗ്യവകുപ്പിനോ അത് അംഗീകരിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഡോക്ടർ അവിടെയല്ല താമസിക്കുന്നത്, ഡോക്ടറുടെ വീട് മറ്റൊരു സ്ഥലത്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയ ഒരു ഡോക്ടറുടെ വാർത്ത, അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നു, ഒപ്പം സ്വകാര്യ പ്രാക്ടീസ് നടത്തുക മാത്രമല്ല ഒരേ രോഗലക്ഷണത്തിന് നമ്മൾ 2 ഡോക്ടർമാരെ, ആശുപത്രിയിലുള്ള ഡോക്ടറിനെയും ഈ കുറ്റാരോപിതനായിട്ടുള്ള ഡോക്ടറെയും കാണുമ്പോൾ തരുന്ന മരുന്നുകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. 500 രൂപയുടെ മരുന്നാണ് ഈ ഡോക്ടർ എഴുതിയതെങ്കിൽ 95 രൂപയുടെ മരുന്ന്. വില നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ പല നിർദ്ദേശങ്ങൾ മുമ്പ് തന്നെ വന്നിട്ടുണ്ട്.
ഈ മരുന്നുകൾ നൽകുന്നതുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ അതൊക്കെ ആണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എങ്കിൽ തന്നെയും ഈ ഡോക്ടറെ സംരക്ഷിച്ചുകൊണ്ട് ഈ വാർത്ത വ്യാജമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം KGMOയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ നിയമവ്യവസ്ഥയോടും സർക്കാരിനോടും ചട്ടങ്ങളോടും ആരോഗ്യവകുപ്പിനോടും പൊതുസമൂഹത്തോടുമുള്ള വെല്ലുവിളിയാണ്. പൂജ, തീർച്ചയായിട്ടും സ്റ്റെഫിൻ, ഇതൊരു വ്യാജ വാർത്തയല്ല എന്ന് നമുക്ക് മാതൃഭൂമി ന്യൂസിന് 100% ഉറപ്പിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ സാധിക്കാം. ഇപ്പോൾ കൂടെയുള്ള ഒരാളെക്കെതിരെ ഒരു വിമർശനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ കള്ളി വെളിച്ചത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് വലിയൊരു സംഘടന പോകുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും അത് നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ട് ഇത് വ്യാജ വാർത്തയാണ് എന്ന് ഇവർ സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു? കാര്യങ്ങൾ ബോധ്യമുള്ള ആൾക്കാരൊക്കെ ഒരുപാട് സംഘടനയിലില്ലേ? അത് വ്യക്തമാക്കുന്ന ഡോക്ടർ നെൽസന്റെ തന്നെ ഒരു ശബ്ദരേഖ, അതായത് വാട്സപ്പിൽ അദ്ദേഹം വിട്ട ശബ്ദരേഖ നമ്മൾ ഇനി തുടർന്ന് അത് കാണിക്കുന്നതായിരിക്കും. കാരണം അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്, ഇത്തരത്തിൽ എല്ലാ ഡോക്ടർമാരും സ്വകാര്യ പ്രാക്ടീസ് നടത്താറുണ്ട്. യഥാർത്ഥത്തിൽ സർക്കാർ ഈ സ്വകാര്യ പ്രാക്ടീസിനെതിരെ നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ചട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് സാധാരണ ഒരു ആര്യനാട് ആശുപത്രി തന്നെ നമുക്ക് എടുക്കാം. സാധാരണക്കാർ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. ആ ആശുപത്രിയിലേക്ക് ഒരാൾ അവിടെ കടന്നു വരുമ്പോൾ, അദ്ദേഹത്തിന് ഒരു രോഗി കടന്നു വരുമ്പോൾ ഏറ്റവും മിതമായ നിരക്കിൽ ഏറ്റവും നല്ല സൗകര്യങ്ങളോടുകൂടി ചികിത്സ ലഭിക്കണം. പക്ഷേ എന്ന് കഴിഞ്ഞാൽ ഒരു മോശപ്പെട്ട ഒരു രീതിയുള്ള ഒരു ഡോക്ടർ അവിടെ വരികയാണ് എന്നിരിക്കട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ രോഗിയെ ആശുപത്രിയിൽ പരിചരിക്കുന്നതിന് പകരം സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അഴിമതിക്ക് വഴിവെക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുരുതരമായ പല പ്രശ്നങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരത്തിലൊരു നിയമവും വ്യവസ്ഥവും ചട്ടങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത്. പക്ഷേ അതെല്ലാം കളവാണ്. അത്തരത്തിൽ അത് ചൂണ്ടിക്കാണിക്കുന്നത് കളവാണ്, വ്യാജമാണ് എന്ന് പറയുന്ന KGMOയുടെ നിലപാട് തന്നെ സംശയകരമാണ്. അത് പൊതുസമൂഹത്തിനോട് തന്നെ ഉയർത്തുന്ന ഒരു വെല്ലുവിളിയാണ്. അതാണ് നമ്മൾ ഈ വാർത്ത പുറത്തു വിട്ടതിന് പിന്നാലെ ഈ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്കൊക്കെ പോയിട്ട് പോലും ഈ സംഘടനയ്ക്ക് ഒരു വെളിച്ചം വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ പോലും അത് സങ്കടമുള്ള ഒരു കാര്യമാണ്. കാരണം സ്വകാര്യ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളാണ്, ഇങ്ങനെയുള്ള സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളാണ്. അവിടുന്ന് മാറി നിന്ന് ഇങ്ങനെ കൊള്ള നടത്തുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാന വ്യാപകമായിട്ട് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അവിടെയാണ് അതിനോട് ചേർന്ന് നിൽക്കേണ്ട സംഘടനയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ന്യായീകരിക്കുന്നതും. അതെ പൂജ, അതോടൊപ്പം തന്നെ ഈ ഡോക്ടറെ ന്യായീകരിക്കുന്ന KGMO സംഘടന അറിയാൻ മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയുകയാണ്. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ആര്യനാട് നിവാസികളായിട്ടുള്ള 30 പേർ ഒപ്പിട്ട ഒരു പരാതിയാണ്, ആരോഗ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുള്ള പരാതി. ആ പരാതിയിൽ പറയുന്ന അതിഗുരുതരമായ കാര്യങ്ങളാണ്. അത് പെട്ടെന്ന് തന്നെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആര്യനാട് ആശുപത്രിക്ക് തൊട്ടടുത്തായി ഒരു മെഡിക്കൽ സ്റ്റോർ ഉടമയുടെ കെട്ടിടത്തിൽ മെഡിക്കൽ സ്റ്റോറിനോട് ചേർന്നുള്ള മുറിയിലാണ് ഈ ഡോക്ടർ പേര് പ്രദർശിപ്പിച്ചുകൊണ്ട് രാവിലെ 7 മുതൽ 9 വരെയും വൈകിട്ടും ഫീസ് ഈടാക്കിക്കൊണ്ട് സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നത്. അത് പരാതിയിൽ പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ റൂമിൽ പരിശോധനയ്ക്കെത്തുന്ന രോഗികൾക്ക് തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ മരുന്ന് വാങ്ങാൻ കുറിപ്പെഴുതി നൽകുന്നു. അവിടെ നിന്ന് മരുന്ന് വാങ്ങി ഡോക്ടറെ കാണിച്ച ശേഷം മാത്രമേ മടങ്ങിപ്പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നു. കാരണം ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ മരുന്ന് വാങ്ങിയതായി ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇതെന്നുള്ളതാണ് ആ പരാതിയിൽ പറയുന്നത്. ആര്യനാട് സ്വദേശികളായിട്ടുള്ള 30 പേർ ഒപ്പിട്ട ഒരു പരാതിയാണ്. അത്തരത്തിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കുറയ്ക്കണമെന്ന് ആരോഗ്യവകുപ്പ് വിദഗ്ധർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഈ ഡോക്ടർ വില കൂടിയ ആന്റിബയോട്ടിക് മരുന്നുകളാണ് എഴുതി നൽകുന്നത്. അതാണ് സ്റ്റെഫിൻ, അതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും വിശദമായിട്ട് ഒന്നുകൂടി സംസാരിക്കണം. കാരണം നമുക്ക് ഇപ്പോൾ ഒരു വ്യക്തി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നത് കൊണ്ട് ഞാൻ അവിടേക്കൊന്ന് പോവുകയാണ്. വിവരാവകാശ പ്രവർത്തകനായ ശ്രീ സത്യൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ സത്യൻ, ഗുരുതരമായ നിയമലംഘനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞതുപോലും, ഞങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞതുപോലും താങ്കൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവിടുത്തെ ജനങ്ങൾ ഒപ്പിട്ട ഒരു പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ പരാതികൾ നിലനിൽക്കുന്നു. ഇത് നിയമലംഘനങ്ങൾ മറുവശത്തുണ്ടാകുന്നു. അതാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. അതൊരു വ്യാജ വാർത്തയാണ്. ഈ ഡോക്ടറെ സംരക്ഷിച്ചുകൊണ്ടുള്ള സംഘടനയുടെ KGMOയുടെ നിലപാടിനെ അവർക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ എന്തായാലും പൊതുസമൂഹം ഉണ്ടാവുകയില്ല. എങ്ങനെ ഒരു സംഘടനയ്ക്ക് ഈ രീതിയിൽ ഒരു ഡോക്ടറെ ന്യായീകരിക്കാൻ പറ്റും? ശ്രീ സത്യൻ, കേൾക്കാമോ? കേൾക്കാം. ഇത് വ്യാജ വാർത്തയല്ല, ഇത് സത്യസന്ധമായ വാർത്തയാണ്. ആര്യനാട് ആശുപത്രിയെ സമീപിക്കുന്ന പാവപ്പെട്ട രോഗികളാണ്. പക്ഷേ ഇദ്ദേഹം രാവിലെ 7 മണി മുതൽ 9 മണി വരെ അദ്ദേഹത്തിന്റെ സ്വകാര്യ പ്രാക്ടീസ് റൂമിൽ രോഗികളെ പരിശോധിക്കും. അപ്പോൾ OPയിൽ വരുന്ന രോഗികളുടെ നേരെ ഇദ്ദേഹം റൂമിലേക്ക് വരും. 200 രൂപ ഫീസ് വാങ്ങി ഒരു 500 മെഡിസിൻ എഴുതി കൊടുക്കും.
മെഡിക്കൽ സ്റ്റോർ ഉടമയുടെ കെട്ടിടത്തിലാണ്, അദ്ദേഹത്തിന്റെ റൂമിലാണ് ഇദ്ദേഹം കൺസൾട്ടിങ് നടത്തുന്നത്. ഞാൻ അവിടെ ഒരുപാട് പേരെടുത്ത് അന്വേഷിച്ചിറക്കി. ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുമ്പോൾ ഇദ്ദേഹം ആ ക്യാമ്പിൽ വരുന്ന രോഗികളെടുത്ത് തന്നെ പറയുന്നത് നിങ്ങൾ നേരെ റൂമിൽ വന്നാൽ മതി. ഇതാണോ ഒരു ഡോക്ടർ ചെയ്യേണ്ട നടപടി? ഇദ്ദേഹം മാത്രമല്ല, കേരളത്തിന്റെ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള സർക്കാർ ആശുപത്രി ഡോക്ടർമാർ ചെയ്തു വരുന്ന പ്രവണതയാണ്. സർക്കാർ 2023 24 മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതൊന്നും ഇവർക്ക് അറിയില്ലേ ഡോക്ടർമാർക്കൊന്നും? ഇപ്പൊ സംഘടന ഇദ്ദേഹത്തിന് വേണ്ടി ന്യായീകരിച്ചുകൊണ്ട് ധാരണകളും പ്രതിഷേധം നടത്തുന്നു. ഈ സംഘടനയുള്ള ഡോക്ടർമാര് വൈകുന്നേരം ഇതേപോലെ സ്വകാര്യ പ്രാക്ടീസ് നടത്തുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഈ ഡോക്ടറെ കുറിച്ച് ആരിനായിട്ടുള്ള ഒരു വ്യക്തി നല്ല അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹം പറയുന്ന എന്ത് ജോലിയാണ് ചെയ്യാം. അത്രയ്ക്ക് ഉള്ള ബുദ്ധിമുട്ടാണ് ഈ ഡോക്ടറെ കൊണ്ട് ആരിനാട് പ്രദേശത്ത് ആ രോഗികൾ കഷ്ടപ്പെടുന്നത്. ഇദ്ദേഹം പറയുന്നത് ഞാൻ മെഡിക്കൽ ഓഫീസർ ആയതുകൊണ്ട് എനിക്ക് രോഗികളെ പരിശോധിക്കേണ്ട കാര്യമില്ല, എനിക്ക് അഡ്മിനിസ്ട്രേഷൻ. എന്ത് അഡ്മിനിസ്ട്രേഷനാ? താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ടുമാർക്കാണ് പരിശോധിക്കേണ്ടത്. എന്നാൽ അവർ പരിശോധിക്കുന്നുണ്ട്. അവിടെ രാത്രി ഒരു ഡോക്ടറില്ല. അവിടെ രാത്രി വരുന്നത് ഹൗസ് സർജന്മാരും NHM ഡോക്ടർമാരാ രാത്രി ഡ്യൂട്ടിക്കുള്ളത്. ഇത് ആരും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ഞാൻ ഇദ്ദേഹത്തിന് വിലൻ തന്നെയാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീ സത്യൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും നമ്മളോടൊപ്പം KGMO പ്രതിനിധിയായിട്ടുള്ള ഡോക്ടർ TN സുരേഷ് ഇപ്പോൾ ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ഡോക്ടർ TN സുരേഷ്, ആര്യനാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ നെൽസൺ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നത് ഉൾപ്പെടെയുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ സഹിതമാണ് മാതൃഭൂമി ന്യൂസ് മുന്നിലേക്ക് വെച്ചത്. എന്താണ് ഇതിൽ KGMOയുടെ നിലപാട്? ഈ വാർത്ത തികച്ചും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു എന്നുള്ളത് നിർഭാഗ്യവശാൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. മാതൃഭൂമി ചാനൽ പോലെ ഇത്രയും റിലയബിൾ ആയിട്ട് ജനങ്ങൾ കാണുന്ന ഒരു ചാനലിൽ ഇത്രയും തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു വാർത്ത ഒരിക്കലും കാണിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ആമുഖത്തോടു കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഈ വാർത്ത നിങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത് 23-ാം തീയതി രാവിലെ നടക്കുന്ന സംഭവം എന്നുള്ള രീതിയിലാണ്. ആ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് അത് എപ്പോഴാണ് അത് ഷൂട്ട് ചെയ്തത് എന്നുള്ളത് കാണിച്ചിട്ടില്ല. 23-ാം തീയതി രാവിലെ ഡോക്ടർ ആശുപത്രിയിൽ എത്താതെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ആ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേ സമയത്ത് യഥാർത്ഥത്തിൽ ഈ സംഭവം നടന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 21-ാം തീയതി വൈകുന്നേരം, പൊതു അവധി ദിവസമായ 21-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഡോക്ടർ തന്റെ വീട്ടിൽ ഡോക്ടർ ഒന്ന് ഇടപെടുകയാണ്. അതായത് 21-ാം തീയതി അവധി ദിവസം ആണ്. ആ ദിവസം തന്നെയാണ് വാർത്ത ചിത്രീകരിച്ചത്. അതിനുശേഷം അത് ആ വാർത്തയിൽ അടക്കം ഞാൻ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ എന്ന നിലയിൽ ഞാൻ തന്നെ അത് പറഞ്ഞിരുന്നു. അന്ന് അവധി ദിവസമാണ് എങ്കിൽ പോലും സ്വകാര്യ പ്രാക്ടീസ് അത്തരത്തിൽ ഒരു സ്ഥലത്ത് നടത്താമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിനിപ്പോഴും KGMO ഒരു മറുപടി നൽകിയിട്ടില്ല. എന്താണ് അതിൽ ഒരു നിലപാട്? അത്തരത്തിൽ ആശുപത്രിക്ക് തൊട്ടടുത്ത് അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു വിഷയം സംസാരിക്കുമ്പോൾ ആ വിഷയം ദയവ് ചെയ്തിട്ട് മുഴുവൻ പൂർത്തീകരിക്കാനുള്ള ഒരു അവസരം എനിക്ക് തരണം. 23-ാം തീയതി തിങ്കളാഴ്ച രാവിലെയാണ് ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത്. 23-ാം തീയതി രാവിലെ പ്രസിദ്ധീകരിച്ച വാർത്തയുടെ യഥാർത്ഥത്തിൽ 21-ാം തീയതി പൊതു അവധി ദിവസമായിട്ടുണ്ടായിരുന്ന 21-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ആണ് ഈ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. 21-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഡോക്ടർക്ക് കുടുംബസമേതം ആശുപത്രിക്കടുത്ത് താമസിക്കാൻ വേണ്ടി അദ്ദേഹം വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഈ ഒളിക്യാമറയുമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതവിടെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. ഈ 20 വൈകുന്നേരങ്ങളിൽ ഡോക്ടർക്ക് തങ്ങൾക്ക് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിട്ടുള്ള വീട്ടിൽ, റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി എടുത്തിട്ടുള്ള വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ നിയമപരമായിട്ട് ഇന്നും അനുമതി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ആശുപത്രിയിൽ രോഗികളെ കാത്തു നിർത്തിക്കൊണ്ട് ഡോക്ടർ അവധിയെടുത്ത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരു വാർത്ത വരികയും ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണവും നടത്താതെ ഡോക്ടർ സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്ന സാഹചര്യത്തെയാണ്, ആ വിഷയത്തെയാണ് KGMO അഡ്രസ് ചെയ്തത്. ആ വിഷയം തികച്ചും ഒരു ഡോക്ടർക്കെതിരെ ഉണ്ടായിട്ടുണ്ടായിരുന്ന നീതി നിഷേധമാണ്. അത് തന്നെയാണ് KGMO ഉയർത്തിപ്പിടിക്കുന്നത്. അത് തന്നെയാണ് KGMOയുടെ ഇപ്പോഴത്തെ ഉള്ള നിലപാട്. ഡോക്ടർ TN സുരേഷ്, ഇപ്പോൾ താങ്കളോട് സംസാരിച്ചിരുന്നത് ഈ വാർത്ത സമൂഹത്തിന് മുന്നിലേക്ക് വെച്ച ഞങ്ങളുടെ തിരുവനന്തപുരം റിപ്പോർട്ടറായിട്ടുള്ള AK സ്റ്റെഫിനാണ്. അദ്ദേഹം താങ്കളോട് ഇടപെട്ട് ചോദിച്ചോ എന്ന് താങ്കൾ പറഞ്ഞു. കൃത്യമായിട്ടുള്ള നിലപാട് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് കൂടി താങ്കൾ മറുപടി നൽകേണ്ടതായിട്ടുണ്ട്. സ്റ്റെഫിൻ, ചോദിക്കാം.
അതായത് അവധി ദിവസമാണ്, ഡോക്ടർ അവധി ദിവസം ഡോക്ടർക്ക് സ്വകാര്യ പ്രാക്ടീസ് നടത്താം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടത്താം. പക്ഷേ ഇവിടെ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും, ആ ഒരു വ്യാവസായിക ആവശ്യത്തിന് വേണ്ടിയുള്ള കെട്ടിടത്തിൽ മെഡിക്കൽ സ്റ്റോറിനോട് ചേർന്ന് ഇത്തരത്തിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്താൻ പാടില്ല എന്നുള്ള സർക്കാരിൻ്റെ നിയമം, ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ആ ഡോക്ടർ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നത് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്നിട്ടും KGMO ഇപ്പോൾ എടുക്കുന്ന ഒരു നിലപാട് അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന ഒരു തരത്തിലുള്ളൊരു നിലപാടാണ് എടുക്കുന്നത്. ആ കൃത്യമായ ഉത്തരവിൽ പറയുന്നുണ്ട്, വ്യാവസായിക ആവശ്യം, പ്രത്യേകിച്ചും മെഡിക്കൽ സ്റ്റോറിനോട് ചേർന്ന് അല്ലെങ്കിൽ ലാബിനോട് ചേർന്ന് സ്കാനിങ് സെൻ്ററുകളോട് ചേർന്ന് ഉള്ള കെട്ടിടങ്ങളിൽ ഇത്തരത്തിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്താൻ പാടില്ല. ഈ ഡോക്ടറുടെ താമസ സ്ഥലമാണ് ഇത് എന്ന് KGMO ആ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് താമസിക്കുന്ന ഇടമാണെന്ന് KGMOയ്ക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. ഇത് കൃത്യമായ ഒരു നിയമ ലംഘനം തന്നെയാണ്. ആ ഉത്തരവിൽ പറയുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ ചട്ടങ്ങളിൽ പറയുന്ന ആരോഗ്യവകുപ്പ് നിയമസഭയിൽ വെച്ചിട്ടുള്ള ഈ രേഖകൾക്കെല്ലാം എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടറെ സംരക്ഷിക്കുകയാണ് ഇപ്പോഴും KGMO ചെയ്യുന്നത്. തികച്ചും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കമേഴ്ഷ്യൽ കോംപ്ലക്സ് ആണ്, അല്ല കമേഴ്ഷ്യൽ സ്ഥാപനമാണ് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു എന്നാണ് പറയുന്നത്. ഏത് ദൃശ്യം, ആര് ഷൂട്ട് ചെയ്ത ദൃശ്യം? ഒരു ദൃശ്യം എഡിറ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് കമേഴ്ഷ്യൽ കോംപ്ലക്സിലാണ് ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളത് എങ്ങനെയാണ് പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇതുപോലെ തെറ്റിദ്ധാരണജനകമായിട്ട് അവതരിപ്പിക്കുന്നത്? അദ്ദേഹം കുടുംബസമേതം താമസിക്കാൻ വേണ്ടി എടുത്ത വീടാണെന്നുള്ള റെന്റ് എഗ്രിമെന്റ്, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു വ്യക്തിക്കെതിരെയാണ് ഇത്തരത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി എടുത്തിട്ടുള്ള ഒരു ബിൽഡിംഗിൽ ഒരു ഡോക്ടർക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് നിയമം അനുവദിക്കുന്നതാണ്. പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിന് യാതൊരു തടസ്സവും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അതിന്റെ വസ്തുത എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാതെ ഡോക്ടറുടെ പേരിൽ നടപടി വന്നതിനെയാണ് KGMO എതിർത്തത്. ഇപ്പോഴും ഒരു അന്വേഷണം നടത്തി അദ്ദേഹം തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അദ്ദേഹത്തിന്റെ പേരിൽ നടപടി ഉണ്ടാവട്ടെ. പക്ഷേ ഒരു അന്വേഷണവും നടത്താതെ കേവലം മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രം, അതും തെറ്റിദ്ധാരണജനകമായിട്ടൊരു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഡോക്ടർക്ക് നിയമ നടപടി, ഒരു ഡോക്ടർ സസ്പെൻഡ് ചെയ്യപ്പെട്ടതിൽ അദ്ദേഹത്തിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതിനെ പറ്റി നമ്മൾ കൂടി ആലോചിക്കണം. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആശുപത്രിയിൽ, ഞങ്ങൾക്ക് ദയവ് ചെയ്തിട്ട് പറയുന്നത് മുഴുമിച്ച് കേൾക്കാനുള്ള ഒരു അവസരം തരണം. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ആശുപത്രിയിൽ ഏറ്റവും അധികം രോഗികളെ പരിശോധിച്ചിട്ടുള്ള ഡോക്ടർ കൂടിയാണ് ഈ ഡോക്ടർ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബൈറ്റുണ്ട്, ആശുപത്രിയിൽ തിരിഞ്ഞു നോക്കാത്ത ഡോക്ടറാണ്, പരിശോധിക്കാത്ത ഡോക്ടറാണ്, അതിന്റെ രേഖകൾ കാണിക്കണം എന്നുള്ളത് കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. ആ ആശുപത്രിയിൽ നിങ്ങളുടെ കയ്യിൽ അത്തരത്തിൽ രേഖയുണ്ടെങ്കിൽ ആ രേഖ കൂടി കാണിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ആ ആശുപത്രിയിൽ ഏറ്റവും അധികം രോഗികളെ പരിശോധിച്ചിട്ടുള്ള ഡോക്ടറാണ് ഇദ്ദേഹം, ഏറ്റവും കുറവ് അവധി എടുത്തിട്ടുള്ള ഡോക്ടറാണ് ഇദ്ദേഹം. അപ്പൊ ഈ കാര്യങ്ങൾ കൂടി ഈ വാർത്തയോട് ചേർത്തിട്ട് നിങ്ങൾ കാണിക്കണം എന്നുള്ളത് കൂടി ആവശ്യപ്പെടുകയാണ്. ഡോക്ടർ സുരേഷ്, അതായത് ഇപ്പോൾ പറഞ്ഞ വാദം പൊളിക്കുന്ന ഒരു ഡോക്യുമെന്റ്, അതായത് 2024 21-ാം തീയതി 6-ാം മാസം MLA ആയിട്ടുള്ള കുറുക്കോളി മൊയ്തീൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനോട് നിയമസഭാ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വകാര്യ പ്രാക്ടീസ് അതിന് അനുവദിക്കപ്പെട്ട ഡോക്ടർമാർ പാലിക്കേണ്ട നിബന്ധനകൾ എന്തൊക്കെയാണ്? നിയമസഭയിൽ ആരോഗ്യവകുപ്പ് വെച്ചിരിക്കുന്ന ആ രേഖയിൽ പറയുന്ന കാര്യം ഞാൻ വായിക്കാം. ആശുപത്രി സമയങ്ങളിൽ ഡോക്ടർ അവരുടെ താമസ സ്ഥലങ്ങളിൽ രോഗികളെ സ്വീകരിക്കുകയോ പരിശോധിക്കുകയോ ചെയ്യാൻ പാടില്ല. ഓക്കെ. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ അവരുടെ ബന്ധുക്കളോ ഡോക്ടർമാരുടെ താമസ സ്ഥലങ്ങളിൽ രോഗിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് സമീപിക്കാൻ പാടില്ല. ഡോക്ടർമാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് സമീപം മുറികൾ വാടകയ്ക്കെടുത്ത് പകൽ സമയങ്ങളിൽ മാത്രം താമസിച്ച് രോഗികളെ അനുവദനീയമായ സമയങ്ങളിലാണെങ്കിൽ പോലും പരിശോധിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള താവളങ്ങൾ താമസ സ്ഥലമാക്കി കണക്കാക്കാൻ കഴിയില്ല. സ്വകാര്യ പ്രാക്ടീസ് സ്വന്തം താമസ സ്ഥലത്ത് മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ. ഒന്നും കൂടെ പറയാം, ഇത്തരം താവളങ്ങൾ താമസ സ്ഥലമാക്കി കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് തന്നെ നിയമസഭയിൽ, നിയമനിർമ്മാണ സഭയിൽ വെച്ചിരിക്കുന്ന കൃത്യമായ രേഖ. ഇതൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും ഇതിനെ ന്യായീകരിക്കുകയാണ് KGMO ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും തർക്കമില്ല. അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം എടുത്തിട്ടുണ്ടായിരുന്ന ബിൽഡിംഗ് ആണ് അത് എന്നുള്ളത് എന്ത് നിഗമനത്തിലാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് എന്ന് മാത്രമാണ് ഇതിനകത്ത് ചോദ്യം. വാടകയ്ക്ക്, കുടുംബസമേതം വാടകയ്ക്ക് എടുത്ത് താമസിക്കുവാനുള്ള ഒരു സ്ഥലത്ത് ഒരു ഡോക്ടർക്ക് പ്രാക്ടീസ് ചെയ്യുവാൻ അനുമതിയുണ്ട്. അത് ഏറ്റവും അവസാനം ഇറങ്ങിയിട്ടുള്ള ഗൈഡ് ലൈൻസിലും ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി
വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എ മെഡിക്കൽ ഓഫീസർ ഈസ് അലൗഡ് ടു ഡു പ്രാക്ടീസ് ഇൻ എ ബിൽഡിംഗ്. ആശുപത്രിക്ക് 1 കിലോമീറ്ററിന് അപ്പുറത്താണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വാടകയ്ക്ക് എടുത്തൊരു ബിൽഡിംഗിൽ പ്രാക്ടീസ് ചെയ്യാം. ആശുപത്രിക്ക് ഡോക്ടർ തന്നെ അത് പറഞ്ഞു, ആശുപത്രിക്ക് 1 കിലോമീറ്റർ അകലെയാണെങ്കിൽ ആശുപത്രിക്ക് തൊട്ടടുത്താണ്, 100 മീറ്റർ മാത്രം അടുത്താണ് ഈ ഡോക്ടർ സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്നത്. അവിടെയാണ് ആ പ്രശ്നം. ആ പ്രശ്നം ഇപ്പോഴും KGMO തിരിച്ചറിയുന്നില്ല. ഞാൻ പറയുന്നത് 100 മീറ്ററിന്റെ ഉള്ളിലാണ്, ആ ആശുപത്രിക്ക് അടുത്താണെന്നുണ്ടെങ്കിൽ, അദ്ദേഹം താമസിക്കുന്ന ഒരു ബിൽഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ, ഓൺ ഹൗസ് അല്ലെങ്കിൽ റെന്റ് അത് അവിടെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ അനുമതിയുണ്ട്. ഞാൻ ആ ക്ലാസ് ദയവ് ചെയ്തിട്ട് വായിക്കുന്നത് മുഴുവൻ കേൾക്കൂ. The medical officer shall produce any documents such as Aadhaar card, electricity bill, water bill, telephone bill, or latest building tax receipt. Each building is owned by him and is residing at that building. If none of these documents is available, the residential certificate issued by the local self-government concerned where the building is located has to be produced. എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതായത് ഒരു ഡോക്ടർക്ക് 1 കിലോമീറ്ററിന്റെ അപ്പുറമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം റെന്റഡ് എഗ്രിമെന്റ് ഉള്ള ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് പ്രാക്ടീസ് ചെയ്യാൻ അത് അദ്ദേഹത്തിന്റെ വീടല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു റെന്റ് എഗ്രിമെന്റ് ഉള്ള ഒരു സ്ഥലത്ത് പ്രൊവൈഡഡ് അതൊരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആവാൻ പാടില്ല. 1 കിലോമീറ്ററിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ വാദത്തിൽ തന്നെ പറയുകയാണ്, അത്തരം താവളങ്ങൾ താമസ സ്ഥലമാക്കി കണക്കാക്കാൻ പാടില്ല, കണക്കാക്കാൻ കഴിയില്ല എന്ന ആരോഗ്യവകുപ്പിന്റെ കൃത്യമായ ചട്ടം ഇപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടും അതിന്റെ കൃത്യമായ രേഖകൾ സഹിതം കാണിച്ചിട്ടും ഇപ്പോഴും ആ തരത്തിലുള്ള ന്യായീകരണം തന്നെയാണ് യഥാർത്ഥത്തിൽ മുമ്പോട്ട് വയ്ക്കുന്നത്. ഒപ്പം മെഡിക്കൽ സ്റ്റോറിനോട് ആ ഉത്തരവിൽ തന്നെ ഡോക്ടർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർക്ക് മനസ്സിലാകാൻ കഴിയും, വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കെട്ടിടത്തിൽ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിനോട്, സ്കാനിംഗ് സെന്ററിനോട് ചേർന്ന്, ലാബിനോട് ചേർന്നുള്ള ഇത്തരം കെട്ടിടത്തിൽ, അതിനോടടുത്തുള്ള കെട്ടിടത്തിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്താനുള്ള അനുമതിയില്ല എന്നുള്ളത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഒപ്പം അന്ന് വാർത്ത കൊടുത്തപ്പോൾ തന്നെ കൃത്യമായി തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു, അവധി ദിവസം ആണ് അല്ലെങ്കിൽ അവധി ദിവസം ആയിക്കോട്ടെ, വീട്ടിൽ മാത്രമേ സ്വകാര്യ പ്രാക്ടീസ് നടത്താവൂ എന്ന ചട്ടം കൃത്യമായി മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഡോക്ടർ നെൽസൺ സ്വകാര്യ പ്രാക്ടീസ് നടത്തിയത് എന്നുള്ളത് നമ്മൾ അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒപ്പം അത് അന്ന് ആ 23-ാം തീയതി ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ അന്ന് രാവിലെ പോയി ഷൂട്ട് ചെയ്ത് കാണിക്കുന്ന വാർത്തയാണ് എന്നൊക്കെ ഉള്ളത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് തീർച്ചയായും സ്റ്റെഫിൻ, സ്വാഭാവികമായിട്ടും ന്യായീകരിക്കുന്ന ഒരു നിലപാടുമായി KGMO എന്ന സംഘടന മുന്നിലേക്ക് പോകുമ്പോൾ ഈ രീതിയിലുള്ള മറുപടികളാണ് നമ്മൾക്ക് മുന്നിലേക്ക് എത്തുക, സ്വാഭാവികം. പക്ഷേ നിയമസഭാ രേഖയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടറായ AK സ്റ്റെഫിൻ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വിശദീകരിച്ചിരിക്കുന്നത്. KGMO പ്രതിനിധി ഡോക്ടർ സുരേഷാണ് നമ്മളോട് സംസാരിച്ചത്. വളരെയധികം നന്ദി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായിട്ട് KGMO ഏത് വിധത്തിൽ മുന്നിലേക്ക് പോകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണാം. നിയമങ്ങളൊക്കെ ഈ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള സ്വകാര്യ പ്രാക്ടീസുകളെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് ഒരു സംഘടന എന്തുകൊണ്ട് പോകുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യം സമൂഹത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇനിയും തുടരും എന്നുള്ള കാര്യവും ഉറപ്പാണ്.